നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യുവതികൾ രണ്ടുപേരും ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ ആദ്യം തന്നെ അവരോട് പറഞ്ഞു തിരിച്ചിറങ്ങാനായി അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പോലീസിനോട് പറയുകയും പോലീസ് അത് അവരെ അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ തിരിച്ചിറങ്ങാൻ തീരുമാനമായിരിക്കുന്നത്. അവരിപ്പോൾ ചന്ദ്രാനന്ദൻ റോഡിൽ നിന്ന് താഴേക്ക് തിരികെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് തിരിച്ചിറങ്ങുന്നത് എന്നാണ് ഇവർ ന്യായീകരണമായി പറയുന്നത്. പക്ഷേ അതല്ല കാര്യങ്ങൾ. ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പോലീസിലെ മേധാവികളും ഒക്കെ പോലീസിന് നിർദ്ദേശം കൊടുത്തത് എത്രയും പെട്ടെന്ന് ഇവരെ തിരിച്ചിറക്കൂ എന്നുള്ളതായിരുന്നു. കാരണം ഇനിയും മുകളിലേക്ക് പോകുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ സർക്കാർ പ്രതിനിധികളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇവരെ തിരിച്ചിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തിരിച്ചിറക്കം. മാത്രവുമല്ല, നേരത്തെ തുടക്കത്തിൽ ശബരിമലയിലേക്ക് കയറാൻ പോയപ്പോഴുണ്ടായ സാഹചര്യമല്ലായിരുന്നു ചന്ദ്രാനന്ദൻ റോഡിൽ എത്തിയപ്പോഴുണ്ടായ സാഹചര്യം. കാരണം അത്രയധികം ഭക്തർ, 1,00,000-ലേറെ ഭക്തർ അവിടെ ഉണ്ട് എന്നാണ് കടകംപള്ളി തന്നെ പറഞ്ഞത്. അത്രയധികം ഭക്തർ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഈ യുവതികൾ പ്രത്യേകിച്ച് വിചാരിച്ചിരുന്നില്ല. അവർ തുടക്കത്തിൽ പറഞ്ഞത് എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ ഭക്തരുടെ ശരണം വിളി അല്ലെങ്കിൽ അത്രയധികം ഭക്തർ സംഘടിച്ചത് ഞെട്ടലോടുകൂടിയാണ് യുവതികൾ കണ്ടത്. മാത്രവുമല്ല, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തിരിച്ചിറങ്ങണമെന്ന് പോലീസും അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഈ പോലീസിന് ഇനി അങ്ങോട്ട് സുരക്ഷ കൊടുക്കേണ്ടതില്ല എന്ന് പോലീസിന് ഉന്നത നിർദ്ദേശവും വന്നു. സർക്കാർ ആ രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ തിരിച്ചിറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഈ യുവതികൾ നീങ്ങിയത്. എന്തായാലും ഇനിയും നിന്നാൽ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഭക്തരുടെ പ്രതിഷേധത്തിന് മുന്നിൽ തോറ്റ് ദയനീയമായി പരാജയപ്പെട്ടാണ് യുവതികൾ പോകുന്നത്. ഭക്തർ അവരെ തിരിച്ചയക്കുകയാണ്. വേറെ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊന്നും ഭക്തർ നിൽക്കുന്നില്ല. അവർ യുവതികളെ ശരണമന്ത്രം കൊണ്ടാണ് നേരിടുന്നത്. ആ ശരണമന്ത്രങ്ങൾക്ക് മുന്നിൽ തോറ്റ് മടങ്ങി ശബരിമലയിൽ ആചാരം ലംഘിക്കാൻ തയ്യാറായ യുവതികൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ആചാരം ലംഘിക്കപ്പെടേണ്ടതല്ല, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന വലിയൊരു വിഭാഗം ഭക്തരുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ശരണം വിളിക്ക് മുന്നിൽ തോറ്റ് കീഴടങ്ങി തിരിച്ചു പോവുകയാണ് യുവതികൾ. അവർ ഇപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അവരെ സുരക്ഷിതമായി താഴെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്തജന പ്രതിഷേധത്തിന് മുന്നിൽ യുവതീ പ്രവേശനം സാധ്യമല്ല എന്ന് സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. ഇത്രയും നാൾ സംഘപരിവാറാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് കൃത്യമായി തന്നെ പറഞ്ഞു, ഭക്തരുടെ പ്രതിഷേധത്തെ അതിജീവിക്കാനാകില്ല, ഭക്തരുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇനി യുവതികൾ എത്തുക എന്നത്, അല്ലെങ്കിൽ ഇനി യുവതികൾ എത്തിയാൽ സംരക്ഷണം നൽകില്ല എന്ന തുറന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്നത്തെ സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും പോലീസിന്റെയും ഒക്കെ നീക്കങ്ങൾ എന്ന് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് എത്ര ശ്രമിച്ചാലും യുവതികൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയായി ഇന്നത്തെ ശബരിമലയിലെ സംഭവവികാസങ്ങൾ.